ചില ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ നമ്മളോട് പറയുകയാണ്, ഈ ജനത അല്ലെങ്കിൽ ഈ തലമുറ നശിച്ച തലമുറയാണ്. കാരണം എന്താണ്? അവര് അടയാളങ്ങൾ അന്വേഷിക്കുന്നു എന്ന് പറയുകയാണ്. കാരണം അവർക്ക് ആവശ്യമുള്ള അത്ര, വിശ്വസിക്കാനായിട്ട് ആവശ്യമുള്ള അത്ര അടയാളങ്ങൾക്ക് ഓൾറെഡി ലഭിച്ചു കഴിഞ്ഞു. എന്നിട്ടും അവർ അടയാളങ്ങൾ അന്വേഷിക്കുമ്പോൾ ഈശോ പറയുകയാണ്, ഈ തലമുറ അത്ര കൊള്ളില്ലാത്തൊരു തലമുറയാണ്. കാരണം അവര് അടയാളങ്ങൾ അന്വേഷിക്കുന്നു എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ വിശ്വസിക്കാനും ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. എന്നിട്ടും ഈ അടയാളങ്ങൾ അന്വേഷിക്കുമ്പോൾ ഈശോയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. ഈശോ ആ തലമുറയെ കുറ്റം വിധിക്കുകയാണ്. നമ്മളൊരെ ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിലും ഈശോയിൽ വിശ്വസിക്കാനും ഈശോയിൽ ആശ്രയിക്കാനുമായിട്ടുള്ള സകലവിധ അതിനാവശ്യമായിട്ടുള്ള അത്ര അടയാളങ്ങൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പോലും നമ്മൾ കണ്ടു കഴിഞ്ഞു, നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. എന്നിട്ടും ഇനിയും ഒരു അത്ഭുതം കൂടി കാണുകയാണെങ്കിൽ ഈശോയിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുക എന്ന് പറയാതെ ഈശോയിൽ ഇപ്പോൾ തന്നെ വിശ്വസിക്കാനായിട്ട്, പൂർണ്ണമായി ആശ്രയിക്കാനായിട്ട് അതിന് നമ്മളെ പ്രേരിപ്പിക്കുകയാണ്. ഇന്നത്തെ ലേഖന ഭാഗത്തില് പത്രോസിലെ നമ്മളോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസത്തെ പരീക്ഷിക്കാനായിട്ട് എന്തെങ്കിലും പരീക്ഷണങ്ങൾ നേരിടുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് എന്തോ സംഭവിച്ചാൽ എന്ന പോലെ നിങ്ങൾ പരിഭ്രമിക്കരുത്. കാരണം എന്താണ്? അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിശ്വാസം എന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണ്. ചില പരീക്ഷണങ്ങൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ആ സമയത്ത് ഈശോയിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കാനായിട്ട് നമ്മൾ തയ്യാറാകണമെന്ന് പറയുകയാണ്. ചുരുക്കത്തിൽ ഇന്നത്തെ ലേഖന ഭാഗവും സുവിശേഷ ഭാഗവും നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക, ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട്